ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലവും വിശുദ്ധവുമായ ശുശ്രൂഷ ഇതാകുന്നു, അനാഥരെയും വിധവകളെയും അവരുടെ ക്ലേശങ്ങളിൽ സന്ദർശിക്കുന്നതും ലോകത്താലുള്ള കറ കൂടാതെ തന്നെ കാത്തുകൊള്ളുന്നതുമാകുന്നു. നാം എല്ലാവരും കാരുണ്യപ്രവർത്തികൾ താല്പര്യമുള്ളവരാണെങ്കിലും ലോകത്താലുള്ള കറ അഥവാ കളങ്കം കൂടാതെ നമ്മെ തന്നെ കാത്തുകൊള്ളുന്നത് എങ്ങനെയെന്ന് ബോധ്യമുള്ളവരാണോ എന്ന് നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം. ഒരു മനുഷ്യൻ തൻ്റെ വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് യേശു തമ്പുരാൻ തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെയും പരിശുദ്ധാത്മാവ് മുഖാന്തരം അപ്പോസ്തലന്മാരിലൂടെയും നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ യേശു മാർത്തയോട് ഇങ്ങനെ പറയുന്നു: മറിയാം ആ നല്ല ഓഹരി അവൾക്കായി തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവൻ്റെ വചനം കേട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു ആ നല്ല ഓഹരി. പ്രിയമുള്ളവരെ, നാമും വചനം വായിക്കുകയും മനസ്സിലാക്കുകയും അത് പാലിക്കുകയും ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതോർത്ത് ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കളുണ്ട്. നാം വചനം പഠിക്കുകയും നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മെ തന്നെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും വചനവുമായുള്ള ബന്ധത്തെ വളർത്തുവാൻ നമുക്ക് സാധിച്ചാൽ അവരെ ഓർത്ത് നമുക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല. ക്രിസ്തു തന്നെയാണ് നമുക്കുള്ള മാതൃക. പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അവൻ നേരിട്ടത് ദൈവവചനം കൊണ്ടാണ്. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ നാം പ്രാപ്തരാവേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ഒരുങ്ങി നിൽപ്പാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും ഉപവാസവും നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാൻ സഹായിക്കട്ടെ.